ഒരു മെഷീനാണെങ്കിൽ ആ മെഷീൻ മാനുഫാക്ചർ ചെയ്ത കമ്പനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ മേഖലയിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നാൽ. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ കാലിബർ, അവൻ്റെ പൊട്ടൻഷ്യൽ, അവൻ്റെ ഫീലിങ്സ്, അവൻ്റെ എന്താ പറയുക ഇമോഷൻസ്, ഇതൊന്നും ഒരാൾക്കും അളക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അല്ലേ. എൻ്റെ ദേഷ്യം അതിൻ്റെ അളവുകൾ എനിക്കേ അറിയൂ. ഒരു പക്ഷേ നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾക്കറിയാം. പക്ഷേ എന്ത് കാര്യത്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് ഒരു പക്ഷേ കാണുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവില്ല. അതാണ് മനുഷ്യൻ. അഥവാ ഏത് സമയത്തും ഏത് രൂപത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അവിടെ പരസ്പരം ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സ്നേഹങ്ങൾ, ഇണക്കങ്ങൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വേണ്ടതോടൊപ്പം തന്നെ അത്യാവശ്യമാണ്. പുരുഷൻ എന്ന് പറയുന്നത് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് അദ്ദേഹമാണെന്നാണ്. അവിടെ ഒരു സറണ്ടർ ചെയ്ത് പിന്മാറിപ്പോവേണ്ടതോ അല്ല ഒരു ഭർത്താവ് എന്നാണ് ഭാര്യ കണക്കാക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ, ആ ഒരു പദവികൾ അലങ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഭാര്യയുടെ പദവി എന്ന് പറയുന്നത് അത് ഭാര്യയ്ക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. ആ ഭാര്യ അത് നിർവഹിക്കണം. ഭർത്താവിൻ്റെ പദവി ഭർത്താവിനെ അലങ്കരിക്കാനേ സാധിക്കൂ. ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ കുടുംബജീവിതം ഏറ്റവും നന്നാവും ഊഷ്മളമാവും എന്നുള്ളത്.